ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, ചക്കപ്പായസം റെസിപ്പി. അപ്പോൾ ആദ്യമായിട്ട് ചക്ക ഇവിടെ നല്ല ക്ലീനാക്കി ചകിണിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ചക്ക മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയേ, അതാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങ കൂടി ചിരണ്ടിയെടുക്കാം. ഇനി തേങ്ങ മിക്സിയിലിട്ട് അടിച്ച ശേഷം തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കാം. പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ചക്ക വരട്ടിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടാം പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചുവട്ടിൽ പിടിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ശേഷം ഇതിലേക്ക് ഒന്നാം പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ടും മുന്തിരിയും നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൊത്തു ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നെയ്യിലിട്ട് വറുത്തെടുത്ത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കപ്പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ചക്കപ്പായസം നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വട്ടവും നമ്മൾ സേമിയയും അടയൊക്കെയല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വട്ടം വെറൈറ്റി ആയിട്ട് ചക്കപ്പായസം തന്നെ ആയിക്കോട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.